ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം യെശയ്യാ പ്രവചനം 34 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി യെശയ്യാവ് 36 അധ്യായം 13 വാക്യം. അങ്ങനെ രബ്ശാക്കെ നിന്നുകൊണ്ട് യഹൂദ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞതെന്തെന്നാൽ, മഹാരാജാവായ അശൂർ രാജാവിൻ്റെ വാക്ക് കേൾപ്പിൻ. യെശയ്യാ പ്രവചനം 36 അധ്യായം യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ കാലത്ത് നടന്ന ഒരു ചരിത്ര സംഭവമാണ്. അശൂർ രാജാവ് തൻ്റെ ആക്രമണത്തിന് മുന്നോടിയായി തൻ്റെ സന്ദേശവാഹകരെ യെരുശലേമിൻ്റെ അതിർത്തിയിലേക്ക് അയക്കുന്നു. അവരുടെ സംഭാഷണം ജനങ്ങളുടെ വിശ്വാസം തകർക്കുന്ന തരത്തിലായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ചിന്തകളാണ് ഇന്ന് ഇവിടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, വിശ്വാസത്തെ ചോദ്യം ചെയ്ത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ശിക്ഷാവിധിയാണെന്നും നിങ്ങളിൽ ദൈവിക സാന്നിധ്യമില്ലെന്നും രബ്ശാക്കെ അവരോട് പറയുന്നു. ഇതിലൂടെ ദൈവജനത്തെ ഭയപ്പെടുത്തുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. ഹിസ്കിയാവിൻ്റെ നേതൃത്വത്തെയും ദൈവത്തിലുള്ള വിശ്വാസത്തെയും ഇവിടെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വിശ്വാസത്തെ തകർക്കുകയും ദൈവവചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ചില രഹസ്യ അജണ്ടകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ചില ആരാധനാ രീതികൾ ശരിയായ ആത്മീയതയല്ല എന്ന പഠിപ്പിക്കലുകൾ, അനാവശ്യമായ കുറ്റബോധം ജനങ്ങളിൽ സൃഷ്ടിക്കൽ, ആരാധനയുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നത്, പുതുമയുടെ അനാവശ്യമായ ശക്തീകരണം എന്നിവ നാം ഇനിയും ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനാൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പഠിപ്പിക്കലുകളിൽ നിന്നും നാം പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ട്, ഭാഷയിലെ പ്രാവീണ്യം ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നു. ഇവിടെ 36 അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ രബ്ശാക്കെ എബ്രായ ഭാഷയിൽ സംസാരിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ ഭയം ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഇവിടെ സത്യം പറയുവാനല്ല, പിന്നെയോ വാക്കുകളുടെ ശക്തി ഉപയോഗിച്ച് ജനത്തിൻ്റെ വിശ്വാസം തകർക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഭാഷയുടെ ശക്തി അത് നന്മയ്ക്കും തിന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കാം. പല പഠിപ്പിക്കലുകളും മനോഹരമായ പ്രസംഗങ്ങളും അത് സത്യമാകണമെന്നില്ല. ആകർഷകമായ വാക്കുകൾ സത്യത്തിന് ഒരിക്കലും പകരമാവില്ല. ഭയത്തിൻ്റെതായ അനുഭവം ഭാഷയിലൂടെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ നാം കേൾക്കുന്ന കാര്യങ്ങൾ വിവേകത്തോടെ കേൾക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യുക. വാക്കുകളുടെ സൗന്ദര്യത്തെക്കാൾ സന്ദേശത്തിൻ്റെ സുതാര്യതയ്ക്ക് നാം ഏവരും പ്രാധാന്യം കൽപ്പിക്കുക. ഭയമുണ്ടാക്കുന്ന ശബ്ദങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഉപദേശങ്ങളിൽ നിന്ന് നാം ജാഗ്രത പാലിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഭാഷയുടെ പ്രാവീണ്യം നമ്മെ ആകർഷിച്ചേക്കാം. എന്നാൽ ദൈവവചനത്തിൻ്റെ സത്യം മാത്രമാണ് നമ്മെ രക്ഷിക്കുകയും സ്ഥിരതയോടെ നിർത്തുകയും ചെയ്യുന്നത് എന്നുള്ള ആ ഒരു പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് തുടർന്നും ജീവിക്കാം. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ബുദ്ധിയെയും മനസ്സിനെയും ആത്മാവിനെയും മലീമസമാക്കുന്ന ആശയക്കുഴപ്പങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രിയ കർത്താവേ, തെളിവാർന്ന വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളിലേക്ക് അവിടുന്ന് ഞങ്ങളെ ഏവരെയും അനുദിനം നയിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.